أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا يوطن الأماكن ഹബീബായ നബി തങ്ങളുടെ ഒരു പ്രത്യേകതയാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് ഏതൊരു നബിയെ കുറിച്ച് പറഞ്ഞുവോ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം നബിയെ അങ്ങ് എത്രയും മനോഹരമായ സ്വഭാവ ഗുണത്തിന്റെ ഉടമയാണ്. അല്ലാഹുവിന്റെ ഹബീബിന് ഒരു സദസ്സിലേക്ക് വരുമ്പോൾ ഇരിക്കാനുള്ള ഇരിപ്പിടം പ്രത്യേകമായി സജ്ജമാക്കപ്പെടേണ്ടതില്ല. നബി തങ്ങൾ അതിന് കാത്തിരിക്കില്ല. എവിടെ സൗകര്യമുണ്ടോ അവിടെ പോയിരിക്കും. അവിടെ പ്രത്യേകമായ സീറ്റ് വേണം, അതൊന്ന് ഒരുക്കി കൊടുക്കണം, നബിക്ക് വിരിപ്പ് വേണം. അങ്ങനെ ഒരു നിബന്ധനയുമില്ലാതെ എവിടെയെല്ലാം ഇരിക്കാൻ കഴിയുമോ അവിടെയെല്ലാം നബി തങ്ങൾ പോയിരിക്കും. ഇരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ സൗകര്യങ്ങളൊന്നും ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഹബീബായ നബി തങ്ങൾ എവിടേക്കെങ്കിലും കയറി ചെല്ലുമ്പോ മുത്തുനബി തങ്ങൾ അങ്ങനെ ഡിമാൻഡ് ചെയ്യാറില്ല. നബി തങ്ങൾ ഇത് പാടില്ലെന്ന് പറയാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മജ്ലിസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവസാനം വരുന്നവർക്ക് ഇരിക്കാവുന്ന സ്ഥലമേതോ അവിടെയാണ് നബി തങ്ങൾ പോയിരിക്കുക. എവിടെയാണോ ഒരു കയറിയിരിക്കാൻ സ്ഥലം കിട്ടിയത് അവിടെ ഇരിക്കും. ഞാനൊരു VIP അല്ലേ, ഞാനൊരു കാര്യപ്പെട്ട ആളല്ലേ, അങ്ങനെ ഒരു തോന്നൽ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന് വരാറില്ല. നബി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരിക്കാൻ ചില മര്യാദകളുണ്ട് അള്ളാഹുവിൻ്റെ. എങ്ങനെയാ ഇരിക്കേണ്ടത്? നമ്മൾ കസേര ഇരിക്കുന്നതും കുഴപ്പമില്ലാത്ത ഇരുത്തമാണ്. മാഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു ഇരുത്തമുണ്ട്. നമ്മൾ ബാക്കിൽ കൈ കുത്തിയിട്ട് പള്ളിയിലൊക്കെ ഇരിക്കുന്നില്ലേ, നമ്മൾ അത്തഹിയാത്തിൽ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കണ പോലെ ഇരിക്കുക. എന്നിട്ട് കൈ ഒന്ന് ബാക്കിൽ നമ്മുടെ ഇടത് ബാക്കിന്റെ ഭാഗത്ത് വെച്ചിട്ടൊരു ഇരുത്ത പള്ളിയിൽ ഇരിക്കൂലേ, അങ്ങനെ കൈ കൊണ്ട് കുത്തിയിരിക്കുന്ന ഇരുത്തം അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമായിരുന്നില്ല. മഹാനായ ശരീദ് ഇബ്നു സുവൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പള്ളിയിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കടന്നു പോകുമ്പോ ഞാൻ അങ്ങനെ ഇരിക്കുകയാണ്. എന്റെ ഇടത് കൈ ഞാൻ നിലത്ത് കുത്തിയിട്ട് അത്തഹിയാത്തിൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഇരുത്തം ഇടത് ബാക്ക് വെച്ചിട്ട് അതിൽ ചാരിയിരുന്ന് ഞാൻ എന്റെ കൈ കുത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇരുത്തം കണ്ടപ്പോ ലാ തഖഉദ് ഖഅദതൽ മഗ്ദൂബി അലൈഹിം, അല്ലാഹു കോപിച്ചവരുടെ ഇരുത്തം ഇരിക്കരുത് എന്ന് മുത്തുനബി തങ്ങൾ എന്നോട് പറഞ്ഞു വന്ന് മഹാനായ സ്വഹാബി ശരീദ് ഇബ്നു സുവൈദ് റളിയല്ലാഹു അൻഹു നിലത്തിരിക്കുകയാണെങ്കിൽ ആ ഇരുത്തം ഇരിക്കരുത്. നമ്മളൊന്നും അറിയാണ്ടപ്പോ ഇരുന്ന് പോകുന്നുണ്ടാവും, അല്ലാഹു ആലം. പക്ഷെ നബി തങ്ങൾ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നഹാ അൻ യഖഉദ ബൈനൽ ളില്ലി വശംസ്. ഈ സമയമൊക്കെ അങ്ങനെയാണ്. അതായത് നിഴലിന്റെയും വെയിലിന്റെയും ഇടയിലായിട്ടിരിക്കരുത്. ഒരു വെയിലുണ്ട്, പകുതി വെയിലത്തും പകുതി തണലിലുമായിട്ടിരിക്കുക. ഒന്നുകിൽ മുഴുവൻ വെയിലത്തേക്ക് ഇരിക്കുക, അല്ലെങ്കിൽ മുഴുവൻ തണലിലേക്ക് ഇരിക്കുക. പകുതിയും പകുതിയുമായിട്ടിരിക്കരുതെന്ന്. അത് പിശാചുക്കളെ ആകർഷിക്കുന്ന ഒരു ഇരുത്തമാണ് ഈ വെയിലും ഷെയ്ഡും രണ്ടും പകുതി പകുതിയായി നിൽക്കുന്നിടം എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസുകളിലുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകിൽ വെയിലത്തേക്ക് മാറിയിരിക്കുക അല്ലെങ്കിൽ തണലത്തേക്ക് മാറി നിൽക്കുക. പകുതി ശരീരം തണലിലും പകുതി വെയിലിലും അങ്ങനെ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗകര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കോടത്ത് പിന്നെ എണീറ്റ് ഓടാനൊന്നും വയ്യല്ലോ, കുഴപ്പമില്ല. സൗകര്യപ്പെടുന്നിടത്ത് നമ്മൾ അങ്ങനെയാ ചെയ്യേണ്ടത്. ഒന്നുകിൽ വെയിലത്തേക്ക് ഇരിക്കുക അല്ലെങ്കിൽ തണലത്തേക്ക്. വെയിലത്തിരുന്നാൽ വൈറ്റമിൻ D കിട്ടും. വിറ്റാമിൻ D മാഷാ അല്ലാഹ്, വെയിൽ കൊണ്ട് നോക്കി വിറ്റാമിൻ D കിട്ടുന്നുണ്ട്. തണലിൽ ഇരിക്കുന്നവർക്ക് അത് കിട്ടൂല. വൈറ്റമിൻ D ഗൾഫുകാർക്കും പ്രവാസികൾക്കും നഷ്ടമാകുന്ന ഒരു വൈറ്റമിനാണത്. അതിപ്പോ ഗുളിക കുടിക്കുക, വെയിൽ കൊള്ളാൻ പറ്റാത്തതുകൊണ്ട്. വൈറ്റമിൻ D വെയിൽ കൊള്ളുന്നവർക്ക് കിട്ടുന്ന ഒരു സൗഭാഗ്യമാണത്, നമ്മുടെ ശരീരത്തിന് ആവശ്യവുമാണത്. വെയിലിന്റെയും തണലിന്റെയും മധ്യത്തിലായിട്ടിരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ചിരിക്കുമ്പോഴുള്ള മര്യാദകൾ പറഞ്ഞെടുത്ത് ലാ യഹില്ലു ലിർറജുലി അൻ യുഫർരിഖ ബൈന ഇത്നൈനി ഇല്ലാ ബിഇദ്നിഹിമാ. രണ്ടാളുകൾ ഇരിക്കുമ്പോൾ ആ രണ്ടാളുകൾക്കിടയിൽ വന്നിട്ട് മറ്റൊരാൾ ഇരിക്കണമെങ്കിൽ അവരുടെ സമ്മതം ചോദിക്കണം. രണ്ടാൾ ഇരിക്കുകയാണ്, ഒന്ന് മാറിക്കേന്ന് പറഞ്ഞ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കരുത്. പള്ളിയിലൊക്കെ കാണാം ഓരോരുത്തർ വന്നിട്ട് മാറി നിൽക്ക്, അവൻ വന്ന് നിന്ന് തന്നെയാണ് അവന്റെ അധികാരം, മാറി നിൽക്ക്. നേരത്തെ വന്നിരിക്കുന്ന ആൾക്കാരായിരിക്കും. രണ്ടാളുകൾ ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ അവരെ വേർപ്പെടുത്താൻ പാടുള്ളതല്ല. لا يحل للرجل أن يفرق بين اثنين إلا بإذنهما. ഒരു സദസ്സിൽ ഇരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പാടില്ല. എങ്ങനെ?
രണ്ടാൾ ഇരിക്കുമ്പോൾ അവരുടെ ഇടയിൽ വന്ന ഒരാൾ ഇരിക്കുകയാണെങ്കിൽ രണ്ടാളോടും സമ്മതം ചോദിക്കണം, നിങ്ങളുടെ ഇടയിൽ ഞാൻ ഇരുന്നോട്ടെ. ഒരു ഇരുത്തത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഭാര്യയെ ഭർത്താവിനെ വേർപെടുത്തുന്നവര്, ഒരുമിച്ച് ജീവിക്കുന്ന ജ്യേഷ്ഠനുജന്മാരെ വേർപെടുത്തുന്നവര്, സ്നേഹത്തോടെ ജീവിക്കുന്ന ജ്യേഷ്ഠത്തെയും അനിയത്തിയെയും വേർപെടുത്തുന്നവര്, കുടുംബങ്ങളെ വേർപെടുത്തുന്നവര്, അവര് ചെയ്യുന്ന കുറ്റം എത്ര വലിയ പാതകമാണ്, എത്ര വലിയ കുറ്റമാണത്. സദസ്സിലിരിക്കുമ്പോൾ പോലും അത് ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുമിച്ചിരിക്കുമ്പോൾ ഓർക്കേണ്ടത് എന്നാണ് നമ്മുടെ വിഷയം. അതുകൊണ്ടാണ് ഒരു സദസ്സിന്റെ ഒരു മജ്ലിസിന്റെ മര്യാദകൾ നമ്മൾ ഹബീബിൽ നിന്ന് പഠിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയും എഴുന്നേൽപ്പിച്ചവിടെ ഇരിക്കരുത്. ഒരാൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ്, കൊച്ചു മക്കള് ചിലപ്പോ ഒന്നാം സഫിൽ ഒന്ന് നിൽക്കുന്നുണ്ടാവും, മുതിർന്നവർ വന്നിട്ട് മക്കള് ബാക്കോട്ട് പോ. അവര് വരും മുമ്പ് നമ്മൾ എത്തിയിരിക്കണം. വന്നത് അവരല്ലേ ആദ്യം, പിന്നെ അവരെ പിന്നോട്ടാക്കണ്ട. അത് അവരുടെ ഒരു ഹക്കാണ്. അവരെത്തിക്കഴിഞ്ഞില്ലേ, അവരെത്തും മുമ്പ് നമ്മൾ എത്തേണ്ടിയിരുന്നു, നമ്മൾ എത്തിയില്ല, അത് നമ്മുടെ കുറ്റമാണ്. അവിടെ വന്നവരെ ഇങ്ങനെയൊന്നും ആയിപ്പോവരുത്. ഫ്ലെക്സിബിലിറ്റി വേണം, ഒരല്പം ഒന്ന് സോഫ്റ്റ് ആവുക. ഒരാൾ ഇരിക്കുന്നിടത്ത് മറ്റൊരാൾ വന്ന് മനഃപൂർവ്വം ഇരിക്കുകയും അരുത്. ഒരു സദസ്സ് ഒരാൾ എഴുന്നേറ്റ് പോയാൽ, നിങ്ങളെ പേരെന്താ? മുസ്തഫ സാഹിബ് ഇരിക്കുന്ന സീറ്റിൽ നിന്ന് മുസ്തഫക്ക് എന്ത് ചെയ്തു? ഒന്ന് വെള്ളം കുടിക്കാനോ മൂത്രമൊഴിക്കാനോ പോയി. മുസ്തഫക്ക് ഇരിക്കായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സീറ്റ് പിന്നെ അവർക്ക് അർഹതപ്പെട്ടതാണെന്നാ, പിന്നെ അവിടെ വേറെ ആൾ ഇരിക്കാൻ പാടില്ല. ഇപ്പൊ തിരിച്ചു വന്നിട്ട് മുസ്തഫക്ക് പറയാം, ഞാൻ ഇരുന്നിരുന്ന സീറ്റായിരുന്നു, ഒന്നും പറയാണ്ട് എഴുന്നേറ്റ് കൊടുക്കണം എന്നാ. നമ്മൾ ബസ്സിലും ട്രെയിനിലൊക്കെ എത്ര സീറ്റ് കക്കുന്ന വളവന്മാരുണ്ട്, സുബ്ഹാനല്ലാഹ്. ചിലര് ബാഗും ടവലൊക്കെ വെച്ചോവും, ബാഗും ടവലും കട്ടെടുത്തുകൊണ്ടോ ചെയ്യും. സീറ്റും കിട്ടൂല, ബാഗും പോയി, ടവലും പോയി. സുബ്ഹാനല്ലാഹ്. ഒരാൾ ഇരിക്കുന്നിടത്ത് അവരർഹതപ്പെട്ടതാ. മുത്തനബി തങ്ങൾ പറയാം, അങ്ങോട്ട് മറ്റൊരാൾ കയറി ഇരിക്കരുത്, അത് അവരുടെ അവകാശമാണ്. ഒന്നിരിക്കുന്നവർക്ക് ഒരു സദസ്സിന്റെ മര്യാദകളാണ് ഇതൊക്കെ. നമ്മളെ ഒരു കൊച്ചു കുട്ടിയെ പഠിപ്പിക്കുന്ന പോലെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഡിസിപ്ലിൻ പഠിപ്പിക്കുകയാണ്. ആരും ആരെയും നോവിക്കരുത്, ആരും ആരെയും പ്രയാസപ്പെടുത്തരുത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണിത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതാണ്, നമ്മുടെ എല്ലാ ഇടപെടലുകളിലും വരേണ്ടതാണ്. ആരും ആരെയും ബുദ്ധിമുട്ടാക്കരുത്, ആരും ആർക്കും ഭാരമാവരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹാ അൻ യുഖാമ അർ-റജുലു മിൻ മജ്ലിസിഹി വയജ്ലിസ ഫീഹി ആഖർ. ഒരാൾ ഇരിക്കുന്നിടത്ത് നിന്ന് അയാളെ എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ മറ്റൊരാൾ ഇരിക്കുന്നതും നബി തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്, തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല. മൻ ഖാം ഇദാ ഖാമ അഹദുകും സുമ്മ റജഅ ഇലൈഹി ഫഹുവ അഹഖു ബിഹി. നിങ്ങളിൽ ഒരാൾ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് അയാൾ എഴുന്നേറ്റ് പോയി തിരിച്ചു വരികയാണെങ്കിൽ ഫഹുവ അഹഖു ബിഹി, ആ സീറ്റ് അയാൾക്ക് അവകാശപ്പെട്ടതാണ് എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി